ബിന്നിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. ബിന്നി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ബിന്നിയുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് ബിന്നിയുടെ അനുമോളുടെ PR-നെ കുറിച്ചും അനീഷിന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുമാത്രമല്ല, മറ്റൊന്ന്, നമ്മുടെ അനുമോള് നെവിനെ കയറിയിട്ട് നിന്നെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു എന്നൊരു കാര്യം പറഞ്ഞു. അത് അനുമോൾ പറഞ്ഞത് വളരെ മോശപ്പെട്ട വാക്കാണ്. അനുമോൾ അങ്ങനെ പറയാൻ പാടില്ല ഒരാളുടെ മുഖത്ത് നോക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. അപ്പൊ ആദ്യം നെവിന്റെയും അനുമോളുടെയും വിഷയത്തെക്കുറിച്ച് പറയാം. അതായത് നെവിൻ അവിടെ പാല് കട്ടെടുത്ത് അവർ ചായ വെച്ച് കുടിച്ചതിന് ശേഷം അനുമോൾ അത് ചോദ്യം ചെയ്യാണ്. അനുമോൾ മാത്രമല്ല, ആദില നൂറയും എല്ലാം സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അനുമോളാണ് സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്. എടുത്തു എന്നുണ്ടെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്ന വിഷയമായിരുന്നു അത്. പക്ഷെ നെവിൻ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല എടുത്തു എന്നുള്ളത്. അക്ബറും ആര്യനും ഒക്കെ ചായ വെച്ച് കുടിച്ച ആൾക്കാരാണ്. ഇവരെല്ലാവരും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ നെവിൻ സംസാരിക്കുകയാണ്. അവിടെ നെവിൻ അനുമോളെ ഒരുപാട് നാളായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ അനുമോളുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. അപ്പൊ ഈ കുലസ്ത്രീ എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ മോഡേൺ കുലസ്ത്രീയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് നേരം നെവിൻ അനുമോളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ വീണ്ടും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എടുത്തു വന്ന സമയത്താണ് നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു എന്നൊരു വേർഡ് അവിടെ അനുമോള് പറഞ്ഞത് അറപ്പ് തോന്നുന്നു എന്നൊരു വേട് ഒരു ചെറിയ മോശം വേടാണെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ പറഞ്ഞതിൽ നമുക്ക് ഒരിക്കലും അവിടെ വലിയൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അനുമോളെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് നെവിൻ, അതുപോലെ വിളിക്കുന്നുണ്ട് മോഡേൺ കുലസ്ത്രീ എന്ന് ഫുൾ ടൈം വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ കുറെ കേട്ട് കഴിയുമ്പോൾ ഒരാൾ പ്രതികരിക്കും. ആ ഒരു പ്രതികരണം നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നതിൽ നമുക്കൊരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വീടാണത്. നമുക്ക് ഇഷ്ടമല്ല, നിന്നെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, വെറുപ്പാണ് എനിക്ക് എന്ന് പറയുന്നത് ആ ഒരു വീടാണത്. അതിൽ കൂടുതൽ അതിനെ മോശപ്പെട്ട വേടില്ല. പക്ഷേ അതിൽ അക്ബർ കയറി കളിച്ച ഗെയിമാണ് എനിക്ക് തോന്നിയത് വളരെ മോശപ്പെട്ട ഗെയിം എന്ന് പറയുന്നത്. അവിടെ സെറ്റി ടാങ്ക് എന്നും ഗക്കൂസ്ന്നും ഒക്കെ വിളിച്ച അക്ബറാണ് പറയുന്നത് അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ, ഇത്രയും മോശം വേട് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് അക്ബർ പറഞ്ഞതാണ് എനിക്ക് അവിടെ ഏറ്റവും മോശപ്പെട്ട ഗെയിമായി തോന്നിയത്. അനുമോൾക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടിയെന്നും പോടാന്നും ഒക്കെ വിളിക്കുന്ന ആൾക്കാരാണ് അവിടെ എല്ലാവരും. ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നുണ്ട്. കുലസ്ത്രീ എന്ന് വിളിച്ചപ്പോൾ അനുമോൾ തിരിച്ചു പറഞ്ഞു. അതിൽ കൂടുതൽ അതിനൊരു മോശമായിട്ട് വൾഗറായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പേരിൽ അനുമോളുടെ മെക്കിട്ടേക്ക് കയറേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇത്തിരി ഒതുങ്ങി അവിടെ നിന്നപ്പോൾ എല്ലാവരും കൂടിയിട്ട് അനുമോളുടെ നെഞ്ചത്തോട്ട് കയറായിരുന്നു. ഇപ്പൊ എല്ലാവരും അനുമോളുടെ മെക്കട്ട് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ അകത്തുള്ളവരും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. വീടിന് പുറത്തെത്തുന്നവരും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. അതാണ് ഇപ്പൊ ബിന്നിയുടെ കാര്യത്തിലും പറയാനുള്ളത്. ബിന്നി പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ ബെന്നിയുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്ന ആള് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ബിന്നി വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ PR-നെ കുറിച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞ മറ്റൊരു മത്സരാർത്ഥി വേറെയില്ല. ഇവിടെ PR-കളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അനുമോൾ PR കൊണ്ട് മാത്രമാണ് പുറത്ത് പിടിച്ചു നിൽക്കുന്നതെന്ന് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിന്നി അത് അകത്ത് പറയുന്നത് എന്നാണ് അതിൻ്റെ ഉള്ളിൽ ഒരാൾ ചോദിക്കുന്നത് ബിന്നിയുടെ അടുത്ത്. അല്ല, ചോദിച്ച ആൾ അത്രയും മണ്ടനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിന്നിക്ക് അതിന് മറുപടിയും അങ്ങനെ പറയേണ്ടി വന്നതെന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നിപ്പോയിട്ടോ. അനുമോൾ PR കൊണ്ടാണ് മാത്രമാണ് ബിഗ് ബോസ് പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരൊന്നും ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം PR വർക്ക് കൊണ്ട് മാത്രം ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സാബു മോനെ ആയിരിക്കും പറയാം. കാരണം സാബു മേനെ ആയിരിക്കും പറയാം. കാരണം അവിടെ ഒന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് കൊടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ കുറച്ച് ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് വീക്കായിട്ടുണ്ട് അനുമോള്. പക്ഷേ അതുപോലെ കണ്ടന്റ് കൊടുത്തൊരു മത്സരാർത്ഥിയാണ് അനുമോൾ എന്ന് പറയുന്നത്. അപ്പോൾ PR വർക്ക് കൊണ്ട് മാത്രമാണ് അനുമോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ എനിക്ക് ബിന്നിയോട് യോജിപ്പ് തോന്നി. ബിന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോൾ അവിടെ ഗെയിമറാണ്. PR വർക്ക് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നത് ഞാൻ പറയുന്നില്ല. ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അനുമോൾക്ക് അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്നല്ലാതെ ഒരിക്കലും PR വർക്ക് കൊണ്ടാണ് അനുമോൾ പിടിച്ചു നിൽക്കുന്നതെന്ന് ഞാൻ പറയില്ല എന്നൊരു കാര്യം ഇവിടെ ബിന്നി പറയുന്നുണ്ട്. അതിനോട് എന്തായാലും യോജിച്ചു. അടുത്തത് ബിന്നി പറയുന്ന ഒരു കാര്യം, എന്നോട് അനുമോള് പറഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. സംഭവം ശരിയായിരിക്കാം. അനുമോൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസം ഇഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അനുമോൾ തുടക്കത്തിൽ അതൊക്കെ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ 16 ലക്ഷത്തിന് കൊടുത്തു എന്നുള്ളത് അവിടെ അനുമോൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പലരും പറഞ്ഞ എമൗണ്ടുകൾ ഞാൻ ബിന്നിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ബിന്നി ചൂസ് ചെയ്ത ഒരു എമൗണ്ട് ആയിരിക്കാം എന്നാണ് അനുമോൾ പറയുന്നത്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ആ വീട്ടിൽ എല്ലാവർക്കും PR വർക്ക് ഉണ്ട്. പക്ഷെ അത് തുറന്നു പറഞ്ഞ ഏക വ്യക്തി എന്ന് പറയുന്നത് അനുമോളാണ്. അത് പറയുന്നതല്ലേ, ആ പറയാൻ കാണിച്ച ധൈര്യമല്ലേ ഏറ്റവും വലുത്.
ഇപ്പോ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് പി ആർ ഉണ്ടെന്ന് അവൾ തുടക്കം മുതലേ സമ്മതിക്കുന്നുണ്ട്. ആ വീട്ടിൽ ആര് സമ്മതിച്ചിട്ടുണ്ട് എനിക്ക് പി ആർ ഉണ്ടെന്ന്? ലാലേട്ടൻ വന്ന് ചോദിച്ചതിന് ശേഷമല്ലേ എല്ലാവരും സമ്മതിച്ചത് ആ പി ആർ ഉണ്ട്, ചെറിയ തോതിലുണ്ടെന്ന് എല്ലാവരും സമ്മതിച്ച ലാലേട്ടൻ വന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ? അത് തന്നെയല്ല അനുമോളും പറഞ്ഞോളൂ, എനിക്കും ചെറിയ തോതിലൊരു പി ആറിനെ ഞാനും വെച്ചിട്ട് തന്നെയാണ് വന്നത് എന്നുള്ളത്. അത് അവിടെ വെച്ച് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത്? അത് ലാലേട്ടൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളുകൊണ്ട് തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ഉള്ളിലൊന്നുമില്ലാതെ കള്ളത്തരൊന്നും ഉള്ളിലില്ലാതെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബാക്കി എല്ലാവരും രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യം അവിടെ പരസ്യമായിട്ട് പറയാൻ ധൈര്യം കാണിച്ചൊരു ഏക വ്യക്തി എന്ന് പറയുന്ന അനുമോളാണ്. അപ്പൊ അനുമോൾ അക്കാര്യത്തിൽ കുറ്റം പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് ഇവർക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവർക്കൊക്കെ പി ആർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് പറയുന്നത് പി ആർ വർക്ക് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ പറയാം പി ആർ വർക്ക് കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്ന് പറയുന്നത്. അപ്പൊ അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതേ ബിന്നി തന്നെയാണ് പറയുന്നത് പി ആർ വർക്ക് കൊണ്ട് ജയിക്കൂ എന്നുള്ളത് നോക്കി കണ്ടറിയാന്ന്. അപ്പൊ ഒരു ഡബിൾ സ്റ്റാൻഡ് ബിന്നിയുടെ അവിടെ പുറത്തു വന്നു. അതായത് ഞാൻ ആരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും എന്നാൽ ഇടയിൽ കൂടെ ഇട്ട് വെക്കുന്ന ഒരു ശീലമുണ്ടല്ലോ, അതാണ് ബിന്നിയുടെ അവിടെ പുറത്തു വന്നത്. എന്റെ ബിന്നി, എല്ലാവർക്കും അവിടെ പി ആർ വർക്ക് ഉണ്ട്. അത് തുറന്നു പറയാനായിട്ട് സത്യസന്ധമായിട്ട് ധൈര്യം കാണിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് അനുമോളാണ്. അവിടെ അനുമോള് കണ്ടന്റ് കൊടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നു, കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ഉണ്ടേ, അത് തന്നെയാണ് ആ ഗെയിമിൽ വേണ്ടതും. ഇപ്പൊ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവിടെ അവർ കണ്ടന്റ് നൽകുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം, കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെടാത്തവർ വോട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്തവരെക്കാൾ കൂടുതൽ വോട്ട് ഇഷ്ടപ്പെടുന്നവരുടെ വരുന്നോണ്ടാണ് അവരെല്ലാവരും അവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവരെ കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും നാളും ബിന്നി അവിടെ നിന്നത് കുറെ പേര് വോട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും പ്രേക്ഷകരുണ്ട്. ആ കൂട്ടത്തിൽ കൂടുതൽ കിട്ടുന്നവൻ സേവ് ആവുന്നു, കുറവ് കിട്ടുന്നവൻ ഔട്ട് ആവുന്നു. ഇനിയിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഇനിയിപ്പോൾ ടോപ്പ് 5 ആര് വരും എന്ന് ചോദിച്ച സമയത്ത് അവിടെ പ്രഡിക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ നെവിനെയാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് നെവിൻ വരട്ടെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അനീഷ്, പിന്നെ അനുമോള്, ആര്യൻ, അക്ബർ, ഇവരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞത് അവിടെ ഷാനവാസ് വിജയിക്കുന്നതാണ് തോന്നുന്നത്. ഷാനവാസിനെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് പറഞ്ഞത് ബിന്നി. പുറത്തിറങ്ങിയതിന് ശേഷം ബിന്നി ആ പ്രഡിക്ഷൻ മാറ്റി കേട്ടോ, ഷാനവാസിനെ മാറ്റി നിർത്തി. പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ ടോപ്പ് 5 പോലും ഷാനവാസിന്റെ പേര് ബിന്നി പറഞ്ഞില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടായിരുന്നല്ലോ ഏറ്റവും വലിയ പോട്ടി. അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മോശം വാക്കുകൾ അവിടെ ഉപയോഗിക്കാത്തവരാരുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു നിഷ്പക്ഷമായ രീതിയിൽ ഓരോരുത്തരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മറുപടി പറയുന്ന ബിന്നിനെയാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പം കാര്യം മുഖത്തുനിന്ന് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയൂ എന്ന് പറയുന്ന ബിന്നി എങ്കിൽ പിന്നെ ഓരോരുത്തരെ കുറിച്ചുള്ള തന്റെ നിലപാട് സത്യസന്ധമായി തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു. ഇത് നിഷ്പക്ഷമായി ഞാൻ ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞില്ല എന്ന് വരുത്തിക്കൊണ്ട് ഓരോരുത്തരെയും കുറ്റപ്പെടുത്തുന്ന ബിന്നിനെയാണ് എനിക്ക് അതിൽ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അവിടെ ഞാൻ ഇത്രയും ദിവസം നിൽക്കേണ്ട ആളല്ല, ഞാൻ ഇതിലും കൂടുതൽ നിൽക്കേണ്ട ആളായിരുന്നു എന്ന് ഓരോരുത്തരും പുറത്തിറങ്ങുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് വോട്ട് കുറവായതുകൊണ്ടാണല്ലോ പുറത്തു വരുന്നത്. നിങ്ങളെക്കാൾ വോട്ട് ബാക്കിയുള്ളവർക്ക് കൂടുതലുള്ളതുകൊണ്ടാണല്ലോ അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോകേണ്ട ആളാണ്, ഈ സമയത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളൊരു സ്ട്രോങ് മത്സരാർത്ഥി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വീക്ക് ഭർത്താവ് വന്നു പോയതിന് ശേഷം നിങ്ങൾ ഭയങ്കര വീക്കായിരുന്നു ബിന്നി. അതുകൊണ്ട് തന്നെയാണ് ബിന്നിക്ക് പുറത്താവേണ്ടി വന്നത്. പക്ഷേ അത് സമ്മതിച്ചു തരാനായിട്ട് ബിന്നി കൂടി തയ്യാറാവണം. അത് ഞാൻ സ്ട്രോങ് മത്സരാർത്ഥി ആയിരുന്നു എന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞതുകൊണ്ടായില്ല. ബിന്നി അവിടെ കാണിക്കാത്തതും കൊടുക്കാത്തതും. അതായത് ഗെയിം കളിക്കുക എന്ന് പറയുന്നത് ഉള്ളിൽ ഗെയിം കളിച്ചുകൊണ്ട് കാര്യമില്ല, ഉള്ളുകൊണ്ട് അവിടെ പുറമേക്ക് ഗെയിം കളിക്കുന്നത് പ്രസന്റ്ലി പ്രേക്ഷകർക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അല്ലാത്ത പക്ഷം പ്രേക്ഷകർക്ക് ഇത് എന്തോന്നിത് എന്ന് തോന്നും. അത് തന്നെയാണ് ഇപ്പൊ സാബുവിന്റെ കാര്യത്തിലും ഒരുപാട് പേർക്ക് തോന്നുന്നത് എന്താണ് സാബു അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന്. പക്ഷെ കുറെ പേർക്ക് ആ സമാധാനപ്രിയനായ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സാബുവിനെ ഇഷ്ടപ്പെടുന്നു, പിന്നെ എന്തൊക്കെയോ കൊണ്ട് സാബു അവിടെ പിടിച്ചു നിൽക്കുന്നു. അക്കാര്യത്തിൽ മാത്രമേ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷനുള്ളൂ. പ്രത്യേകിച്ച് ബിഗ് ബോസിന് ലാലേട്ടനെ പോലും ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ കാര്യത്തിൽ അവിടെ ഒരു കൺഫ്യൂഷനോ ഇതോ വരുന്നില്ല. ഇനിയിപ്പോൾ ഈ വീക്ക് ആര് പുറത്തു പോകുന്നുള്ളത് കണ്ടറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ബിന്നിയുടെ ആ PR വർക്കിനെ കുറിച്ചുള്ള വർത്താനാണ് ഞാനിതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ബിന്നി പറയുന്നത് അനുമോൾ അവിടെ 16 ലക്ഷത്തിന് PR കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ സത്യസന്ധമായിട്ടേ പറയുന്നുള്ളൂ, എനിക്ക് PR ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ബിന്നി പറയുന്നു PR കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന്. അപ്പോൾ ഒക്കെ തന്നെ ബിന്നി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ എല്ലാം തെറ്റാണെന്നും പറയുന്നു, തെറ്റല്ലെന്നും പറയുന്നു. അപ്പോൾ ബിന്നി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ബിന്നിക്ക് പോലും ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു. ഏതാണ്ട് നല്ല പിള്ളയാവാനുള്ള ശ്രമമാണ് ബിന്നി നടത്തുന്നത്. അത് വേണ്ട, പറയാനുള്ള കാര്യങ്ങൾ മുഖത്തേക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് പറയാനും കഴിയണം ബിന്നി എന്നാണ് എനിക്കത് കണ്ട സമയത്ത് തോന്നിയത്.